നേച്ചർ ലൈഫിൻ്റെ 25 വർഷം എന്ന ഒരു സമയത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ 25 വർഷം എന്നത് എന്നെ സംബന്ധിച്ച് 20 വർഷമാണ്. ഞാൻ 20 വർഷമായി ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട്. അപ്പോൾ ഈ ഒരു സമയം എന്നുള്ളത് ഒരു പറഞ്ഞറിയിക്കാനാവാത്തത്രയും വലിയ അനുഭവങ്ങളുടെ ഒരു കാലമായിരുന്നു. മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ആളുകൾ, രോഗികളായും അല്ലാതെയും ജീവിത രീതി പഠിക്കാനും എല്ലാം വന്നിട്ടുള്ള ഒരുപാട് ആളുകളിലൂടെയുള്ള ഒരു സംഭവ ബഹുലമായ യാത്രയായിരുന്നു ഈ കഴിഞ്ഞ 20 വർഷം. ഈ ഒരു സമയം ഒരുപാട് നമ്മുടെ മനസ്സിനെയും ചിന്തകളെയും എല്ലാം മാറ്റിമറിച്ച, ഒരുപാട് പുതിയ അറിവുകൾ തന്ന, കാരണം ഓരോ മനുഷ്യനും ഒരു വിജ്ഞാനകോശമാണെന്ന് തന്നെ പറയാം. ഓരോ രോഗിയും, നമുക്ക് മുന്നിൽ എത്തുന്ന ഓരോ രോഗിയും ഓരോ അനുഭവങ്ങളുടെ, അല്ലെങ്കിൽ അവർ ജീവിച്ച ഒരു ജീവിത സമയത്തിൻ്റെ, അവർ കടന്നു വന്നിട്ടുള്ള വഴികളുടെ എല്ലാം തന്നെ ഒരു മൊത്തം ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഓരോ വ്യക്തിയും. അപ്പം ഇവരിൽ നിന്നെല്ലാം അറിയാൻ കഴിഞ്ഞിട്ടുള്ള, മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള അവരുടെ രോഗത്തിൻ്റെ കാരണങ്ങളായിരിക്കാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ജീവിതങ്ങളായിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും രോഗത്തിനെ മൊത്തത്തിൽ ഷുഗർ പേഷ്യൻ്റ്, അല്ലെങ്കിൽ ഹൃദ്രോഗിയാണ്, BP പേഷ്യൻ്റാണ്, കിഡ്നി പേഷ്യൻ്റാണ്, അങ്ങനെ ഒരു രോഗത്തിനും നമുക്കൊരു കോമണാലിറ്റി ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കാറില്ല. ഓരോരുത്തരിലും ഉണ്ടാവുന്ന രോഗങ്ങൾക്ക് അവരുടേതായിട്ടുള്ള വഴികളിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങളും ആ രോഗത്തിലേക്ക് എത്തിപ്പെടാൻ കാരണമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളും എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. ഒരു ഷുഗർ രോഗിക്ക് കൊടുക്കേണ്ടിയിരിക്കുന്ന രീതികളായിരിക്കില്ല ഒരുപക്ഷെ മറ്റൊരാൾക്ക് വേണ്ടി വരാറുള്ളത്. കാരണം ഓരോ ശരീരത്തിലും രോഗങ്ങൾ പിടിമുറുക്കുന്ന രീതികളും വളരെ വ്യത്യസ്തമായിട്ട് മനസ്സിലാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ ഒരു രോഗി നമുക്ക് മുന്നിൽ എത്തുമ്പോൾ അവരെ നമ്മൾ ഓരോരുത്തരെയും സമീപിക്കേണ്ടത് ഓരോ രീതിയിലായിരിക്കാം. എന്നുവെച്ചാൽ രോഗം വരാനിടയായിട്ടുള്ള ഒരു കാരണം, ഏത് രോഗത്തിന്, ഇപ്പം അത് മാനസികമായിട്ടുള്ള രോഗത്തിൽ എന്ന് മാത്രമല്ല, ശാരീരിക രോഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴും രോഗം വരാനിടയായിട്ടുള്ള കാരണങ്ങൾ വ്യത്യസ്തമായിരിക്കും. എന്നെ സംബന്ധിച്ച് ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുള്ളത് ഈ ഒരു 20 വർഷത്തെ അനുഭവത്തിലൂടെ തന്നെയാണെന്ന് പറയാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സാറ് പറഞ്ഞതുപോലെ എൻ്റെ ഒരു മേഖല സൈക്കോളജി ആയിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ബേബി സാറിനൊപ്പം ഒരു ട്രിപ്പ് പോയതാണ്. നമ്മുടെ മണ്ണാർക്കാട് നേച്ചർ ലൈഫ് ഹോസ്പിറ്റലിലേക്കായിരുന്നു ഞങ്ങളുടെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഒരു യാത്ര. അവിടെയാണ് നേച്ചർ ലൈഫ് ഹോസ്പിറ്റൽ ഇങ്ങനെ ഒരു ചികിത്സാ രീതി എന്നുള്ളതൊക്കെ ആദ്യമായിട്ട് ഞങ്ങൾ എല്ലാവരും തന്നെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ബേബി സാറിനെ സംബന്ധിച്ച് സാറ് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ബുക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും പറയില്ല. അതൊക്കെ നിങ്ങൾക്ക് പുസ്തകം വായിച്ചാൽ കിട്ടും. അതിനപ്പുറത്തുള്ള കുറേ കാര്യങ്ങൾ പറയുന്നത് അത്രയും പ്രകൃതി രീതികളും പ്രകൃതി ജീവനവും ഇങ്ങനെ പഴാഹാരത്തിൻ്റെ മെച്ചങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആ ഒരു ബാച്ചിലുള്ള എല്ലാവർക്കും സ്വാഭാവികമായി തന്നെ ഈ ഒരു ജീവിത രീതി അദ്ദേഹം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അവിടെ ക്യാമ്പുകൾ നടത്തി, താമസിച്ചു കൊണ്ടിട്ടുള്ള ക്യാമ്പുകൾ നടത്തി, ഭക്ഷണ രീതി പഴഭക്ഷണം മാത്രം തന്ന്, വേവിക്കാത്ത ആഹാരം മാത്രം തന്ന് എല്ലാവരെയും അദ്ദേഹം ആ ഒരു ജീവിത രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടും അതുപോലെ സാറ് സംഘടിപ്പിക്കുന്ന നിരവധി ക്യാമ്പുകൾ. അപ്പം ഇതിലെല്ലാം നമ്മൾ കാണുന്നത് രോഗികളായിട്ട് വരുന്നവരും അവർ പറയണ, ഇപ്പം ഇവിടെ വന്നിട്ട് ആളുകൾ അനുഭവം പറയുന്നവരും ഇതുപോലെ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ജീവിതം നമുക്ക് മുന്നിൽ തുറന്ന് കാണിക്കുമ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന് എന്തൊക്കെയാണ് ഈ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള ഒരു അത്ഭുതമായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം ആ ഒരു വഴിയിലാണ് നേച്ചർ ലൈഫിൽ എത്തിപ്പെടുന്നത്. നേച്ചർ ലൈഫിൽ എത്തിയത് ഞാൻ സൈക്കോളജിസ്റ്റ് ആയിട്ടായിരുന്നു. അതിനോടൊപ്പം സുജീവിതം മാസികയുടെ സബ് എഡിറ്ററും ആയിരുന്നു.
അപ്പൊ ഈ രണ്ട് മേഖല അവിടെ എത്തിയപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രണ്ട് യാത്രകളാണ് സമ്മാനിച്ചത്. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ചികിത്സയുടെ ഒരു ഭാഗം തുറന്നു തന്ന് ചികിത്സയിലൂടെ എന്തൊക്കെയാണ് ചികിത്സയിൽ സംഭവിക്കുന്നത് എന്നറിയുന്നതിനോടൊപ്പം തന്നെ മാസിക ആ ടൈമിൽ വളരെ ആക്റ്റീവായി നല്ല ഒരുപാട് റിസർച്ചൊക്കെ നടത്തി ഒരുപാട് ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് ആ ഒരു രീതിയിലാണ് സുജീവിതം മാസിക പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഒരുപാട് ഡോക്ടർമാരെ അപ്പം ലേക്ക് ഷോറിലുള്ള നമ്മളെ ക്യാൻസറിന്റെ ഗംഗാധരൻ ഡോക്ടർ, ഇങ്ങനെ ഒരുപാട് ഡോക്ടർമാരെ ഇന്റർവ്യൂ ചെയ്യാൻ സുജീവിതം മാസികയ്ക്ക് വേണ്ടി പോകും. അപ്പോൾ ഈ ഒരു ഓറിയന്റേഷനിൽ വെച്ചിട്ട് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മാസികയ്ക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്, പ്രകൃതി ചികിത്സയൊന്നും ഇല്ല അവിടെ, മാസികയ്ക്ക് വേണ്ടിയിട്ട് മാസികയിൽ അവരുടെ ഒരു ഇന്റർവ്യൂ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് വാക്സിനെ പറ്റി ചോദിക്കുമ്പോൾ ഈ ഓരോ ചോദ്യത്തിലും നമുക്ക് അവർ തരുന്ന മറുപടിയുണ്ട്. അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന മറുപടികൾ, രോഗം മാറ്റാൻ അല്ലെങ്കിൽ ക്യാൻസറിന്റെ രോഗശമനം എങ്ങനെയാണ്, വാക്സിൻ കൊണ്ട് രോഗം വരാതിരിക്കുകയോ, ഇതിലെല്ലാം അതിനെ പഠിച്ച് അതിനെ കൂടുതൽ ചെയ്യുന്ന ആളുകൾ നമുക്ക് മറുപടി പറഞ്ഞു തരുമ്പോൾ ആ സമയത്താണ് ഇവർക്കും ഇതിൽ വലിയൊരു വിശ്വാസമൊന്നും ഇല്ല, ഇതൊരു ചടങ്ങായിട്ട് നടന്നു പോകുന്ന കാര്യങ്ങളാണെന്നുള്ള ആദ്യം തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ തുടങ്ങി ഞാൻ പറഞ്ഞു വന്നത് ഒരു പഠനം എന്നുള്ള ആ ഒരു പീരീഡായിരുന്നു ആദ്യത്തെ കുറേ വർഷങ്ങൾ. അപ്പം അതിൽ നിന്ന് ഇതിനപ്പുറത്ത് മറ്റൊരു ശാസ്ത്രം ശരീരത്തിനില്ല. ശരീരത്തിൻ്റെതായിട്ടുള്ളൊരു ശാസ്ത്രമുണ്ടെങ്കിൽ ശരീരത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്ന, ശരീരത്തിന് മാത്രം തിരുത്താൻ പറ്റുന്ന ഒരു പ്രകൃതി, അതാണ് ശരീരം എന്നുള്ള തിരിച്ചറിവുണ്ടാവുന്നത്. അപ്പം മനുഷ്യ ശരീരത്തിലേക്ക് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം ഈ ശരീരം എന്ന് പറയുന്നത് കോശങ്ങളുടെ ഒരു കൂട്ടമാണ്. അപ്പം എങ്ങനെ നല്ല കോശങ്ങൾ ഉണ്ടാവാൻ നമ്മുടെ ശരീരത്തിനെ പ്രാപ്തമാക്കുന്നുവോ, എത്ര നല്ല കോശങ്ങളാണ് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ആരോഗ്യം, അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാണ്. എത്രത്തോളം നമ്മുടെ കോശങ്ങൾക്ക് അനാരോഗ്യമുണ്ടോ അത്രത്തോളം നമ്മുടെ ആരോഗ്യത്തിന് തകർച്ചയും ഉണ്ടാവും. അപ്പം ഏറ്റവും ലഘുവായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് നല്ലൊരു ആരോഗ്യം ഉണ്ടാവാൻ, നല്ല ശരീരം ഉണ്ടാവാൻ ചെയ്യേണ്ടത് എന്ന് തോന്നുമ്പോൾ നമുക്ക് നല്ല കോശങ്ങളെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കണം. എങ്ങനെ നല്ല കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും, എന്ത് ഘടകങ്ങളാണ് ഒരു ശരീരത്തിൽ കോശങ്ങൾ രൂപപ്പെടാൻ സഹായിക്കുന്നത്? നമുക്കറിയാം, ഒരു ഏകകോശത്തിൽ നിന്ന് വിഭജിച്ച് ഒരു വലിയ സിസ്റ്റമായിട്ടുള്ള ഒരു രീതിയിലേക്ക് മനുഷ്യ ശരീരം ഡെവലപ്പ് ചെയ്യാണ്, ഏത് ജീവശരീരവും പോലെ. അപ്പൊ ഇവിടെ ഏറ്റവും നല്ല സെല്ലുകൾ ഉണ്ടാവാൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത് ഏറ്റവും നല്ല ഇൻപുട്ട്, നമ്മൾ ശരീരത്തിലേക്ക് കൊടുക്കുന്ന നല്ല സാഹചര്യം. അത് പറയുമ്പോൾ അവിടെ ഭക്ഷണം, നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ മാനസികാവസ്ഥ, ഇതെല്ലാം ചേർന്നിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം നമുക്ക് ശരീരത്തിന് കൊടുക്കാൻ സാധിച്ചാൽ അതിൽ നിന്ന് നമുക്ക് നല്ല കോശങ്ങൾ ഉണ്ടാവും. ആരോഗ്യത്തോടു കൂടിയിട്ടുള്ള നല്ല ആരോഗ്യം നമുക്ക് തരുന്ന നല്ല കോശങ്ങൾ ഉണ്ടാവും. ഈ നല്ല കോശങ്ങൾ തന്നെയാണ് നമ്മുടെ ശരീരം. ഇപ്പോൾ ശരീരത്തിലൊരു കോശങ്ങൾ, സെല്ലുകൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഘട്ടങ്ങളിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന നിരവധി രോഗങ്ങൾ നമുക്കറിയാം, കോശങ്ങളുടെ പ്രവർത്തന വൈകല്യവും കോശങ്ങളുടെ അനിയന്ത്രിതമായിട്ടുള്ള വളർച്ചയും കോശങ്ങളിൽ ഉണ്ടാവുന്ന താളപ്പിഴകളും എല്ലാമാണ് നമ്മൾ പലപ്പോഴും രോഗങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നല്ല കോശങ്ങൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല ഇൻപുട്ട് കൊടുത്ത് അതിൽ നിന്ന് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയണം നല്ല കോശങ്ങളെ. അവിടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് നമ്മൾ എന്ത് ഇൻപുട്ടാണ് ശരീരത്തിലേക്ക് കൊടുക്കുന്നത്. ഏറ്റവും നല്ല ഭക്ഷണത്തിന് ഏറ്റവും നല്ല കോശങ്ങളെ രൂപപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അപ്പം ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുമ്പോൾ ശരീരത്തിന് ജീവൻ പകരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ, അതിൽ നിന്ന് ആ ഭക്ഷണം ദഹിച്ച് അതിൽ നിന്ന് രൂപപ്പെടുന്ന രക്ത, മജ്ജ, മാംസാദികളാണ് നമുക്ക് നല്ല ആരോഗ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അവിടെ നമ്മൾ ശരീരത്തിനെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആരോഗ്യത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് നിയമങ്ങളുണ്ട്. അത് പാലിക്കാൻ ശരീരം
പ്രാപ്തമാകുമ്പോൾ ശരീരത്തിൽ രോഗകാരികളായിട്ടുള്ള അനാരോഗ്യത്തിലേക്ക് പോവേണ്ടതായിട്ടുള്ള കാരണങ്ങളെ നമുക്ക് ശരീരത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കും. നമ്മുടെ ശരീരം എപ്പോഴും ഏറ്റവും കൂടുതൽ രോഗമില്ലാതെ ഏറ്റവും കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സിസ്റ്റമാണ്. അപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്ന സിസ്റ്റമാണ് മനുഷ്യ ശരീരം. രോഗത്തിലേക്ക് അനാരോഗ്യാവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ ഇഷ്ടമില്ലാത്ത സിസ്റ്റമാണ് ശരീരം. സുഖമാണ് ശരീരത്തിൻ്റെ ഒരു ബേസിക് നീഡ്. സുഖമായിരിക്കാനാണ് എപ്പോഴും ശരീരം ആഗ്രഹിക്കുന്നത്. അസുഖത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട് വളരെ കഷ്ടപ്പെട്ട് മാത്രം സംഭവിക്കുന്നതാണ്. അപ്പൊ ഈ സുഖം, ഈ സ്വസ്ഥയിലിരിക്കാൻ വേണ്ടി ശരീരം അതിൻ്റെതായിട്ടുള്ള എല്ലാ നടപടികളും എല്ലായ്പ്പോഴും ശ്രമിക്കും. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സിസ്റ്റം വഴിയും നമുക്ക് ഈ സുഖത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് ശരീരം നടക്കുന്നത്. നമ്മുടെ സെൽ റെസ്പിറേഷനും സെൽ സർക്കുലേഷനും എല്ലാം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന ഈ കോശങ്ങളിൽ എത്രത്തോളം കോശങ്ങളിൽ നിന്ന് അതിനാവശ്യമില്ലാത്ത വേസ്റ്റേജ് പുറത്തേക്ക് കളയാൻ ശരീരത്തിന് സാധിക്കുന്നുണ്ടോ, കോശങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ, അത്രയും ഭംഗിയായി ശരീരത്തിൽ നമ്മുടെ സെൽ സർക്കുലേഷൻ നടക്കും. എത്രത്തോളം വേസ്റ്റേജ് അവിടെ ഡെപ്പോസിറ്റ് ആയി കിടക്കുന്നുവോ അത്രത്തോളം ശരീരത്തിൻ്റെ ഒരു ബാലൻസ്, സന്തുലിതാവസ്ഥ ശരീരത്തിന് നഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെ സെല്ലുകളുടെ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ സെല്ലുകൾ നമുക്കറിയാം, ഇത് ഡിവൈഡ് ചെയ്യുന്നു, പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നു, കുഴപ്പം പിടിച്ച സെല്ലുകൾ മാറി അതിനെയാണ് ശരീരത്തിൽ നിന്ന് കളയപ്പെടേണ്ടത്. അപ്പോൾ ഒരു റെഡിനെസ് സിഗ്നൽ കിട്ടുമ്പോൾ സെല്ലുകൾ അതിൻ്റെ റിപ്പയറിങ്ങിനും അതേപോലെ തന്നെ പുതിയ സെല്ലുകൾ ഉണ്ടാവാനുമുള്ള ഒരു ഘട്ടത്തിലേക്ക് കടക്കും. അതാണ് ആദ്യത്തെ ഒരു സെൽ സൈക്കിളിൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് അതിനെ ഒരു G0 സ്റ്റേജ് എന്ന് പറയാം. അപ്പോൾ ആ സ്റ്റേജിൽ ഗെറ്റ് റെഡി എന്നുള്ള ഒരു സിഗ്നൽ ശരീരത്തിന് സെല്ലുകൾക്ക് കിട്ടുമ്പോൾ അടുത്തൊരു ഘട്ടത്തിലേക്ക് അത് കടക്കും, ഒരു G1 സ്റ്റേജ്. അവിടെയാണ് എന്തെല്ലാം രീതിയിലുള്ള കറക്ഷൻസ് സെല്ലുകളിൽ വരുത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് സെല്ലുകൾ നോക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഇൻസ്പെക്ഷൻ്റെ സ്റ്റേജാണ്. എവിടെയെങ്കിലും റിപ്പയർ ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടോ, എവിടെയെങ്കിലും കുഴപ്പങ്ങൾ പിടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള സെല്ലുകളുണ്ടോ, ആ ഒരു സെല്ലിൻ്റെ ലോയ്ക്ക് അപ്പുറത്ത് നിൽക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുള്ള സെല്ലുകളുണ്ടോ എന്നെല്ലാം നോക്കി അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സജ്ജമാക്കുന്ന രണ്ടാമത്തെ ഒരു സ്റ്റേജ്. അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു S സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിൽ സെല്ലുകൾ എപ്പോഴും പൂർണ്ണമായിട്ട് നശിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നതിൻ്റെ മുന്നേ അതിലുള്ള ഒരു ജനറ്റിക് മെറ്റീരിയൽ കാര്യങ്ങളെല്ലാം പുതിയ സെല്ലുകൾക്ക് കൈമാറാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു സ്റ്റേജാണത്. അപ്പോൾ അത് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ്. ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു G2 സ്റ്റേജ്. അവിടെ എഗെയിൻ ഒരു ഫൈനൽ റെക്ടിഫിക്കേഷൻ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്രയും പറയുന്നത് എന്നാന്ന് വെച്ചാൽ ഓരോ ഘട്ടത്തിലും അത്രയും വളരെ ശ്രദ്ധാപൂർവം, വളരെ ഒത്തിരി ശരീരത്തിൻ്റെ ഒരു എഫേർട്ടും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് ഓരോ സ്റ്റേജിലൂടെയും ഇത് കടന്നു പോകുന്നത്. അപ്പൊ അത്രയധികം രോഗം വരാതിരിക്കാൻ, സെല്ലുകൾക്ക് കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ശരീരത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ G2 എന്ന് പറയുന്ന സ്റ്റേജിൽ ഫൈനൽ റൗണ്ട് ആയിട്ടുള്ള റെക്ടിഫിക്കേഷൻ നടക്കുകയാണ്. എന്തെങ്കിലും മ്യൂട്ടേഷൻസ് ബാക്കിയുണ്ടോ, എന്തെങ്കിലും റിപ്പയറിൻ്റെ കാര്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ കറക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ്. ഈ പരിഗണനയും കൂടെ, ഈ ടെസ്റ്റിങ്ങും കൂടെ കഴിഞ്ഞിട്ടാണ് അടുത്ത ഫൈനൽ സ്റ്റേജിൽ സെൽ ഡിവിഷൻ നടക്കുന്ന, പുതിയ സെല്ലുകളെ സൃഷ്ടിക്കുന്ന, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സെല്ലുകളെ സൃഷ്ടിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ശരീരം കടക്കുന്നത്. അവസാനത്തെ M സ്റ്റേജ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിൽ. അപ്പൊ അത്രയും കൃത്യമായി ശ്രദ്ധാപൂർവം ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും രൂപപ്പെടുന്നത്. അപ്പൊ അത് അറിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അത്രയധികം രോഗം വരുത്താതിരിക്കാനുള്ള എല്ലാ നടപടികളിലും കൂടെയാണ് ഓരോ സെൽ ഡിവിഷനും കടന്നു പോകുന്നതും. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് മനുഷ്യ ശരീരം.